സംസ്ഥാന കമ്മിറ്റിയുടെ ലഹരിവിരുദ്ധ യാത്രയിൽ പങ്കെടുക്കാത്തതിൽ KSUവിൽ കൂട്ട നടപടി. ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളായ 107 പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന വാർത്ത വരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലയിലെ ഭാരവാഹികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. KSUവിലാണ് നടപടി. റോഷിപാലുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി വാർത്തയുടെ. എന്താണ് റോഷി, സസ്പെൻഷനൊക്കെ വന്നല്ലോ? ഇതിൽ പ്രധാനമായും അരുൺകുമാർ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ വലിയൊരു പരിപാടിയാണ്, വലിയ ഉദ്യമം ഏറ്റെടുത്ത് ക്യാമ്പസ് ജാഗരൺ യാത്ര കാസർഗോഡ് തുടങ്ങിയതാണ്. ഇന്നത് തൃശ്ശൂരെത്തി. ആ യാത്രയിൽ പല ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തിട്ടില്ല. ആ പങ്കെടുക്കാത്തവരുടെ പട്ടികയെടുത്ത് അവർക്കെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഭൂരിഭാഗം ആളുകളെ സസ്പെൻഡ് ചെയ്തു. ഇതുവരെ 107 പേരെയാണ് KSU ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തത്. അതിൽ ജില്ലാ ഉപാധ്യക്ഷന്മാരുണ്ട്, അതുപോലെ തന്നെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഇവരോട് കൃത്യമായ ഒരാഴ്ചക്കകം തന്നെ കാരണം സംസ്ഥാന കമ്മിറ്റി അറിയിക്കണം, എന്ത് കാരണം കൊണ്ട് വിട്ടുനിന്നു എന്ന്. അത് കൃത്യമായി ബോധ്യമായില്ലെങ്കിൽ അവരെ സംഘടനയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനമാണ്. ഇന്ന് തൃശ്ശൂർ കഴിഞ്ഞാൽ എറണാകുളത്തേക്കാണ് ജാഥ കടന്നു പോകുന്നത്. പലപ്പോഴും ഈ KSU തട്ട് മുതൽ തന്നെ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഇവരാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാവണം എന്നില്ല. അല്ല, അത് ഒരു സംശയമുണ്ട്, അങ്ങനെ സാധ്യതയുണ്ട്. കാരണം പക്ഷേ എന്നാൽ പോലും ഇവർ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇത്തവണ. ഇതൊരു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആയതുകൊണ്ട് ഒറ്റക്കെട്ടായി. പക്ഷേ സാധാരണഗതിയിൽ കുറേ കാലമായി KSU ഇതുപോലെയുള്ള യാത്രകൾ സംഘടിപ്പിക്കാറില്ല, അങ്ങനെയുള്ള ഒരു രീതിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ തീർച്ചയായിട്ടും KSUവിൻ്റെ ആ ഉദ്യമം ശ്ലാഘനീയമാണ്, മുൻപോട്ട് തന്നെ വരിക. ഈ എല്ലാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അത് ഏറ്റെടുക്കണം. ആ ഘട്ടത്തിലാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിയൻ പ്രതിനിധിയായിരുന്ന ഒരാളെ കഞ്ചാവ് ഇട്ടു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്ത വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നത്.